നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല. ഈ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് ഫോട്ടോ എടുത്തേക്കുന്നു. ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല. ഒരു ഫീസിന്റെ ട്രാൻസാക്ഷൻ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് ഈ ഫോട്ടോ എടുത്തല്ലേ കണ്ടിട്ട് പോലും ഇല്ല. ഒരു ജസ്റ്റ് ഒരു ഫീസ് ട്രാൻസാക്ഷൻ അത് ഒരു MDMA കാരന് അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതുപോലെ വരും, ജസ്റ്റ് ഒരു ഇൻട്രോഗേഷൻ പോകും, അത്രേ ഉള്ളൂ. ഞങ്ങളാരും ഇത് കണ്ടിട്ട് മൊയ്തനോട് പറയാം ജോലി ചെയ്ത് നമ്മളിത് കണ്ടിട്ട് പോലും കൊല്ലം അഞ്ചലിൽ 86 ഗ്രാം MDMA-യുമായി കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവും സുഹൃത്തും പിടിയിലായ സംഭവത്തിൽ അമ്മയും മകനും ഉൾപ്പെടെ 4 പേരെ കൂടി അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ആലഞ്ചേരിയിൽ ഇൻഷുറൻസ് കമ്പനി നടത്തി വന്നിരുന്ന ലീന ജേക്കബും മകൻ റോണക് സജു ജോർജും മകന്റെ സുഹൃത്ത് ആകാശും ലീന ജേക്കബിന്റെ ഡ്രൈവറും ഐലറ സ്വദേശിയുമായിട്ടുള്ള പ്രദീപ് ചന്ദ്രനുമാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 2024 നവംബർ മാസം 24-ാം തീയതിയാണ് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചലിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ഷിജു കോട്ടവിളയെയും സുഹൃത്ത് സാജൻ രാജിനെയും 86 ഗ്രാം MDMA-യുമായി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നത്. ബാംഗ്ലൂരിൽ നിന്നും MDMA കടത്തിക്കൊണ്ടുവന്നത് ഐലറ സ്വദേശിയായിട്ടുള്ള പ്രദീപാണെന്ന് പോലീസ് അന്ന് തന്നെ തിരിച്ചറിയുകയും പ്രദീപിനെ പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തിരുന്നു. പ്രദീപിനെതിരെ പോലീസ് കേസെടുത്തതറിഞ്ഞ് ഒളിവിൽ പോയ പ്രദീപിനെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പുളിയറയിൽ നിന്നും അഞ്ചൽ പോലീസും പുനലൂർ DYSPയുടെ ഷാഡോ പോലീസും ചേർന്ന് പിടികൂടി. പ്രദീപ് ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ടോറസ് ലോറിയിലെ ഡ്രൈവറായി ജോലി നോക്കി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. 25/11/2024 തീയതി 86 ഗ്രാം MDMA-യുമായി ഇവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാൽ അവരെ നിരീക്ഷിച്ചു വരികയും കഴിഞ്ഞ 2 ദിവസമായി അതിലൊരു 4 പേരെ പ്രദീപ്, ലീന, റോണക്ക്, ആകാശ് എന്നിവരെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി 2 ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് 4 പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു, അതിനകത്ത് പങ്കുണ്ടായിരുന്നു. ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഈ പറയുന്ന റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ MDMA ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടുന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ്. ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി ഇവന്റെ കൂടെ ഈ പ്രതിയുടെ 3-ാം പ്രതിയുടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു. ബാക്കി 3 പേരും ഇതിനകത്ത് പ്രദീപ്, ഷിജു, സാജൻ രാജ്, ഈ 3 പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു. ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു. പുതിയതായി വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണം നടന്നു വരുന്നതാണ്. അത് പുറമെ അറിയിക്കാം. അവർക്ക് തീർച്ചയായും അറിവുണ്ടായിരുന്നു. അവരെ മോനും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം, അല്ലാതെ ഇത് കടത്തുന്നുള്ള കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു. ഇവർക്കുള്ള ഇല്ല, ഈ പ്രദീപും ബാക്കിയുള്ള ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ചെറിയ രീതിയിൽ MDMA കച്ചവടം ഉണ്ടായിരുന്നു. ബൾക്കായിട്ട് ഈ ഇടയ്ക്കാണ് അവർ ആരംഭിച്ചത്. കഴിഞ്ഞ ഒരു 2 മാസത്തിനകത്താണ് പ്രദീപ് റോണക്കിന് മുമ്പ് ഒരു എക്സൈസിന്റെ ഒരു കേസുണ്ട്. കഞ്ചാവ് കൈവശം വെച്ചിരുന്ന, സ്മാൾ ക്വാണ്ടിറ്റി കൈവശം വെച്ചിരുന്ന ഒരു കേസ് എക്സൈസിന് ആര്യങ്കാവില് അഞ്ചൽ എക്സൈസ് കേസുണ്ട്. പ്രദീപിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് അമ്മയും മകനും ഉൾപ്പെടെ 3 പേർ കൂടി പോലീസിന്റെ പിടിയിലാകുന്നത്. അറസ്റ്റിലായ ലീന ജേക്കബ് MDMA വാങ്ങുന്നതിനുള്ള പണവും പ്രദീപിന് ഒളിവിൽ പോയി താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുകയും ചെയ്തിരുന്നത് ലീന ജേക്കബ് ആണെന്ന് പോലീസ് കണ്ടെത്തി. ലീന ജേക്കബിന്റെ മകൻ റോണക് ബാംഗ്ലൂരിൽ അനസ്തേഷ്യ കോഴ്സ് പൂർത്തിയാക്കി ജോലി അന്വേഷിച്ച് ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്. ഇതിനിടയിലാണ് റോണക് മുഖേന പ്രദീപും മറ്റും ചേർന്ന് MDMA ബാംഗ്ലൂരിൽ നിന്നും അഞ്ചലിൽ എത്തിക്കുകയും ചില്ലറ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി റിമാൻഡിൽ കഴിയുന്ന ഷിജുവിനും സാജൻ രാജനും നൽകിയത്. MDMA വാങ്ങുന്നതിന് വേണ്ടി പ്രദീപിനൊപ്പം സഹായിയായി പോയ ആളാണ് അറസ്റ്റിലായ റോണക്കിന്റെ സുഹൃത്ത് ആലഞ്ചേരി സ്വദേശി 22 വയസ്സുള്ള ആകാശ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിലും മൊബൈൽ ഫോൺ പരിശോധനയിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് 4 പേരുടെയും അറസ്റ്റ് അഞ്ചൽ പോലീസ് രേഖപ്പെടുത്തി. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യാൻ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം പ്രതികൾ MDMA തങ്ങൾ കണ്ടിട്ടില്ലെന്നും തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്നും പ്രതികളിൽ ഒരാളായ ലീന ജേക്കബ് വിളിച്ചു പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു. അത് MDMA കാരന് അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതുപോലെ വരും, ജസ്റ്റ് ഒരു ഇൻട്രോഗേഷൻ പോകും, അത്രേ ഉള്ളൂ. ഞങ്ങളാരും ഇത് കണ്ടിട്ട് ജോലി ചെയ്ത്
നമ്മളിത് കണ്ടിട്ട് പോലും ഇല്ല. മൊയ്തുവാണ് സംസാരിക്കരുത്. Facebook